ശ്രീ ശങ്കരഭാരതി സ്വാമികളാൽ സ്വീകൃതമായിരിക്കുന്ന ഈ പുത്തങ്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ഒരു 50-60 മീറ്റർ അകലെയായിട്ടുള്ള ശങ്കരജ്യോതി എന്ന ഭവനം സ്വാമിജിയാൽ സ്വീകൃതമായി. സ്വാമിജി അതിൻ്റെ ഒരു ആധ്യാത്മിക പഠന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയ് മാസം 3-ാം തീയതി രജിസ്റ്റർ ചെയ്ത് സ്വാമിജിയാൽ സ്വീകരിക്കപ്പെട്ട ഈ ഭവനം ലോകത്തിന് മുഴുവനായിട്ട് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നുചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദിശങ്കര ജന്മഭൂമി ഈ പ്രദേശം നമുക്ക് ഒരവസരം കിട്ടുമ്പോഴൊക്കെ തന്നെ പുണ്യഭൂമിയാണ്. ഈ ഭൂമിയിൽ ജനിക്കുവാൻ സാധിച്ചത് അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് നമ്മളുടെയൊക്കെ പൂർവ്വ പുണ്യസുഹൃതമായി നമ്മളെപ്പോഴും പറയാറുണ്ട്. എന്നാൽ നാം വേണ്ടത്ര ഈ ഭൂമിയുടെ മഹാത്മ്യം, ഈ ഒരു പാരമ്പര്യത്തിൻ്റെ മഹാത്മ്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊരു പക്ഷേ നമുക്ക് രണ്ടഭിപ്രായമുണ്ടാവാം. എന്നാൽ അതിന് കാലക്രമത്തിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ചെറുതായിട്ടാണെങ്കിലും ഒരു ഭാഗാകാൻ സാധിക്കുന്നത്. സൗന്ദര്യലഹരി അത്രത്തോളം കുടുംബങ്ങളിൽ എത്തിയിരിക്കണോ? അനവധി കുടുംബങ്ങളിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ആ സൗന്ദര്യലഹരിയുടെ ശക്തി ഇനി നമ്മൾ കാണാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നിപ്പോൾ പൂജനീയ സ്വാമി തന്നെ ഇവിടെ വന്ന് നമ്മളെ അനുഗ്രഹിക്കാനും വേദാന്ത പഠനത്തിനായിട്ടുള്ള ഒരു കേന്ദ്രം സ്ഥാപിക്കാനും തീരുമാനിച്ചത് തന്നെ ഈ ഉപാസനയുടെ ഭാഗമായിട്ടായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പവിത്രേസ്മിൻ കാരട്ടി ക്ഷേത്രേ വയം ശ്രീ ശങ്കരഭഗവത്പാദാനാം ഉപദേശം കഥം ജനാൻ പ്രതി നേതും ശക്നുമഃ കേന പ്രകാരേണ കാര്യം കുർമശ്ചേത് ശീഘ്രാതിശീഘ്രം ജനാഃ ഏനം ഉപദേശം ജാനീയുഃ ഇത്യാദിഷു വിഷയേഷു സമഗ്രം ചിന്തനം കൃത്വാ കാര്യകർതॄൻ യോജയിതും വിശേഷചിന്തനമപി അദ്യ കൃതവന്തഃ. പവിത്രമായ ഈ കാലടിയിൽ ആചാര്യ ഭഗവത്പാദരുടെ സന്ദേശം എല്ലാ ജനഹൃദയങ്ങളിലും പുനഃപ്രതിഷ്ഠിക്കുന്നതിനും ഓരോരോ ഗൃഹങ്ങളിലും അതിൻ്റെ ആ നിനാദം ഉണർത്തുന്നതിനും വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ കാര്യകർത്താക്കളുമായിട്ടുള്ള ചർച്ചകൾ അതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അസ്മാഭിः एतद्विषये चिन्तनीयं भवेत्. कारणम् इदं वयं तु कारटी क्षेत्रे जन्म प्राप्तवन्तः. किम् एतत् क्षेत्रं कीदृशम् इति अस्माकं ज्ञानम् अस्ति, अथवा केवलं भगवत्पादानां जन्मभूमिः इति एतावन्मात्रं. ഈ കാലടിയിൽ ജന്മം ലഭിച്ച ഭാഗ്യവാന്മാരായ നമുക്ക് ഇതിൽ വളരെ വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഈ കാലടി ആചാര്യ ഭഗവത്പാദരുടെ ജന്മം കൊണ്ട് പവിത്രമായ ഒരു സ്ഥാനമാണ് എന്ന് നമുക്കറിയാം. അത് മാത്രമാണോ ഈ
ഭൂമിയുടെ ഈ സ്ഥാനത്തിൻ്റെ മഹത്വം, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. പ്രപഞ്ചേ അദ്ഭുതാനി വസ്തൂനി കതി സന്തി ഇതി ഗണനാം കൃതവന്തഃ കേചന. ഗണനാം കൃത്वा കിം നിർണയം സ്വീകൃതവന്തः? 7 वण्डर्स् इति संख्या तैः गृहीता. 7 वण्डर्स् मध्ये एकं वण्डर् किम्? एका भित्तिका. कस्मिंश्चित् देशे विद्यमाना एका भित्तिका. 7 वण्डर्स् मध्ये एकं वण्डर्. द्वितीयं वण्डर् अस्ति अन्यस्मिन् देशे वर्तमान पिरमिड्स्. एवं 7 वण्डर्स् के इति वयं पश्यामश्चेत् तदेव अस्माकं वण्डर् भवति. ലോകത്തിലെ മഹാത്ഭുതങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ എല്ലാം നടന്നിട്ടുണ്ട്. എന്നിട്ട് കണ്ടെത്തി ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ മഹാത്ഭുതങ്ങൾ എന്ന് ചിന്തിച്ചാൽ, ഒന്ന് ഒരു മതിലാണ്, ഒരു സ്ഥലത്തുള്ളൊരു മതിൽ. മറ്റൊന്ന് മറ്റൊരു ദേശത്തുള്ള പിരമിഡ്. ഇങ്ങനെ നോക്കിയാൽ ഈ 7 അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അത് തന്നെ ഒരു മഹാത്ഭുതമായിട്ട് മാറും. അഷ്ടവർഷേ ചതുർവേദി, ദ്വാദശേ സർവശാസ്ത്രവിദ്, ഷോഡശേ കൃതവാൻ ഭാഷ്യം ഭാഷ്യവിദോ വിദുഃ. ഷോഡത്തെ കൃതവാൻ ഭാഷ്യം, അനന്തരം സമഗ്രേ ദേശേ ഷോഡശവർഷാണി പദ്ഭ്യാം അടൻ സർവേഷാം മാനവാനാം ശ്രേയസഃ നിമിത്തം സ്വജീവനം യാപിതവാൻ ശ്രീ ശങ്കരാചാര്യ. अस्माकं देशे वा भवतु अन्यत्र वा भवतु, किम् 8 वर्षेषु संवत्सरेषु 4 अपि वेदान् अधीतवान्. अयं कश्चन अधीतवान्, शङ्करभगवत्पादान् विहाय अन्यः कोऽपि अधीतवान् इति किं भवतां चरित्रे कुत्रापि भवद्भिः श्रुतं किम्? वेदाध्ययनं नाम किम्? अङ्गसहितवेदाध्ययनं 8 वर्षेषु केवलं. 12 सर्वशास्त्रवित्. शङ्करभगवत्पादानां शास्त्रज्ञानं कीदृशम् इत्युक्ते न केवलम् अद्वैतज्ञानं, जैन बौद्ध सांख्य पाशुपतादि सर्वाणि शास्त्राणि. तानि सर्वाणि शास्त्राणि भगवत्पादैः 12 संवत्सरेषु अध्ययनं समापितम्. किम् अन्यदुदाहरणमस्ति? बहवः महात्मानः अस्माकं देशेपि उत्पन्नाः जाताः, किन्तु कस्यापि विषये अस्माभिः एवं न श्रूयते. 16 कृतवान् भाष्यं. कदाचित् ग्रन्थलेखकः लभ्येत, तदपि उदाहरणं तु मया तु न ज्ञातम् एतावत्पर्यन्तं. कोऽपि अस्ति चेदपि नाम तस्य अर्थः एव नास्ति इत्येव अस्य ज्ञायते खलु. किन्तु भगवत्पादाः 16 संवत्सराभ्यन्तरे भाष्यं कृतवन्तः. कीदृशं भाष्यम्? अद्यापि न केवलम् अद्य, भविष्यत्काले सूर्यं यावत् अथवा चन्द्रं यावत् अस्माकं प्रपञ्चे भवतः तावत्पर्यन्तं भगवत्पादानां ग्रन्थाः ये सन्ति, शिष्यभाष्यम् अथवा प्रकरणग्रन्थाः, स्तोत्राण्यपि कदापि केनापि चालयितुं न शक्यते इति सर्वे अङ्गीकुर्वन्ति. न केवलं वयं, सर्वे अङ्गीकुर्वन्ति. कदाचित् भगवत्पादानां सिद्धान्तविषये विरोधः स्यात्, अथापि भगवत्पादानां ग्रन्थविषये, तत्र प्रतिपादनशैलीविषये
भगवत्पादानां ज्ञानविषये कस्यापि प्रतिपत्तिः नास्ति, कस्यापि नास्ति। तादृशं भाष्यं, तादृशाः ग्रन्थाः, प्रकरणग्रन्थाः, तादृशानि स्तोत्राणि भगवत्पादैः विरचितानि स्तोत्राणि, एतानि सर्वाणि 16 संवत्सराभ्यन्तरे कृतानि। एतद् प्रपञ्चे वण्डर् नास्ति एव, कस्यापि वण्डर् एव न अभवत्। तद्विहाय भित्तिका, पिरमिड् इत्यादीनां विषये 7 वण्डर्स् इति रेखां कृत्वा स्थापितवन्तः जनाः। अद्यपर्यन्तं तादृशम् उदाहरणं केनापि न दृष्टं, प्रपञ्चे नास्ति। तदर्थं मया आरम्भे उक्तम्, अस्माभिः शङ्करभगवत्पादानां जन्मभूमिः इति केवलं तावदेव भाव्यं किम्, अथवा अन्यत् किमपि अस्ति? കേവലം 8 വയസ്സിനുള്ളിൽ 4 വേദങ്ങളും പഠിക്കുക, 12ാം വയസ്സിനുള്ളിൽ മറ്റ് സകല ശാസ്ത്രങ്ങളും പഠിച്ച് 16ാം വയസ്സിൽ ഭാഷ്യം രചിച്ചു. ഇത്രയും അല്പകാലത്തിനുള്ളിൽ ഇത്രയും മഹത്തായ ജ്ഞാന സാഗരത്തിനെ മനസ്സിലാക്കുകയും അത് ലോകത്തിനെ മനസ്സിലാക്കിപ്പിക്കുന്നതിന് വേണ്ടി ഭാഷ്യം രചിക്കുകയും ചെയ്യുക, ഇത് അത്രയും നിസ്സാരമായ കാര്യമാണോ? ഇത് മഹാത്മാക്കൾക്കല്ലാതെ ആർക്കും സാധിക്കില്ല. ഇത്തരത്തിൽ അല്പകാലം കൊണ്ട് വേദാധ്യയനം, സാങ്കോപാംഗം വേദാധ്യയനം അത് ചെയ്ത മറ്റൊരു ആൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഗ്രന്ഥങ്ങൾ പലരും ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇത്രയും മഹത്തായ, ഇത്രയും അദ്വിതീയമായ ഒന്നിനും അത് താരതമ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇത്രയും ഗ്രന്ഥരാശി അത് രചിച്ച മറ്റൊരാൾ ഇല്ല തന്നെ. ഇല്ല എന്നല്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്രയും മഹത്തായ ഒരു അവതാരം അല്ലെങ്കിൽ ഇത്രയും മഹത്തായ ഒരു മഹത് വ്യക്തിത്വം ഉണ്ടാവാൻ സാധ്യത തന്നെ ഇല്ല. ഇത് അത്ഭുതമല്ലേ? എന്തുകൊണ്ട് ലോകത്തിലെ മഹാത്ഭുതങ്ങളായിട്ട് മതിലിനെയും പിരമിഡിനെയും ഒക്കെ ചിന്തിക്കുന്നവർക്ക് ഇതിനെ കാണാൻ കഴിഞ്ഞില്ല? അറിയില്ല. പക്ഷേ നമുക്ക് ഈ കാലടിയിൽ ജനിച്ച നമ്മൾക്ക് ഈ കാലടിയുടെ മഹത്വം കേവലം ആചാര്യസ്വാമികളുടെ ജന്മം മാത്രമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കേണ്ടതാണ്. सामान्यः मनुष्यः अपि एतावत् ज्ञानं प्राप्नुयात्। कियत् ज्ञानं? भगवत्पादाः स्तोत्रे, प्रकरणग्रन्थेषु सर्वत्र उल्लिखन्ति। तत्रापि एकम् अत्यन्तं प्रसिद्धं मनीषापञ्चकं। तत्र किं कथयन्ति भगवत्पादाः? स तु चाण्डालोऽस्तु द्विजोऽस्तु गुरुरित्येषा मनीषा मम। एतावत् ज्ञानं यस्य भवति सः चण्डालोऽपि भवतु अथवा अन्यत् किमपि यत्किमपि भवतु, सः गुरुः इति मम मनीषा, मम निर्णयः इति कथयन्ति भगवत्पादाः। एतादृशं ज्ञानं सर्वे प्राप्नुयुः, न केवलम् एकस्य मम शङ्करभगवत्पादानां स्वस्य विषये न कथयन्ति, अन्येपि एतादृशं ज्ञानं प्राप्नुयुः। तदा एव सर्वेषां सुखं। तादृशः एकः समाजः एकैकोऽपि एतादृशं ज्ञानं प्राप्य श्रेयः प्राप्नोतु इति धिया केवलं एतावन्मात्रं मनसि निधाय भगवत्पादाः सर्वान् ग्रन्थान् रचितवन्तः। न केवलं ग्रन्थान् रचितवन्तः, समग्रे देशे तदर्थमेव भ्रमणं कृतवन्तः। अहं सर्वदा स्मारयामि,
भगवत्पादाः स्वयं श्रीमन्तः, तेषां पूर्वाश्रम मातापितरः सर्वे अत्यन्तम् आढ्याः आसन्। अथापि तत्सर्वं परित्यज्य कालटी क्षेत्रे किञ्चिद्वा भूमिः भगवत्पादैः न रक्षिता अथवा न नूतना भूमिः क्रीता। एकं स्मारकम् अत्र न भगवत्पादैः रचितम् अथवा अन्यत् किमपि। तद्विहाय समग्रे देशे सर्वत्र भ्रमणं कुर्वन्तः भगवत्पादाः सर्वान् उद्दिश्य उपदेशं दत्त्वा सर्वे सन्मार्गे गच्छन्तु इति यं प्रयत्नम् अकुर्वन् तादृशस्य महापुरुषस्य जन्मभूमौ वयं स्मः इति तु अस्माभिः सदा सर्वदा चिन्तनीयम्, अनुक्षणं भावनीयं च। സർവ്വസാധാരണക്കാരൻ പോലും ആ അപാരമായ ജ്ഞാനം നേടാൻ കഴിവുള്ളവനാകണം, നേടേണ്ടതാണ് എന്നുള്ള ആ മനസ്സ് കൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ ധാരാളം ഭാഷ്യവും പ്രകരണ ഗ്രന്ഥങ്ങളും സ്തോത്രങ്ങളും രചിച്ചു. ഇതിലൊക്കെ അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആ പരമമായ ജ്ഞാനം അതെന്താണ്? മറ്റ് പല ഗ്രന്ഥങ്ങളിലും പല സ്തോത്രങ്ങളിലും ഒക്കെ കാണാം. വിശേഷിച്ച് മനീഷ പഞ്ചകത്തിൽ പറയുന്നുണ്ട്, ചണ്ടാലനായിക്കോട്ടെ മറ്റാരോ ആയിക്കോട്ടെ എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ ചിന്ത എന്താണ്? ഏഷാ മനീഷ എന്താണ്? ഗുരുവാണ്. ആ ഒരു ഭാവം, എല്ലാത്തിനെയും ആ ഒരു ഭാവത്തിൽ കാണാനുള്ള ഒരു അകക്കണ്ണ്, അതാണ് പരമമായ ജ്ഞാനം. ഈ ജ്ഞാനം എല്ലാവർക്കും ലഭിക്കണം എന്ന് കരുതി അദ്ദേഹം ഇത്രയും മഹത്തായ ഗ്രന്ഥരാശികളൊക്കെ ഉണ്ടാക്കി, സ്തോത്രങ്ങൾ ഉണ്ടാക്കി. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ദീർഘകാലം 16 വർഷത്തോളം ഈ ദേശം മുഴുവൻ സഞ്ചരിച്ച് ഈ ഉപദേശം നൽകി. അദ്ദേഹത്തിൻ്റെ കുടുംബം നിസ്സാര കുടുംബമായിരുന്നില്ല, വളരെ ആഢ്യം പ്രതാപമുള്ള കുടുംബമായിരുന്നു. ധാരാളം സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വലിയ എന്തെങ്കിലും ഭവനങ്ങൾ അല്ലെങ്കിൽ സ്മാരകങ്ങൾ ഉണ്ടാക്കാനോ കുറേ ഭൂമി വാങ്ങിച്ചു കൂട്ടാനോ ഒന്നും ശ്രമിച്ചില്ല. ഈ ഒരു ജ്ഞാനം അത് സർവ്വ ലോകർക്കും പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് ജീവിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഇത്രയും മഹത്വമാർന്ന ആ ആചാര്യ ഭഗവത്പാദരുടെ ജന്മഭൂമിയാണിത്. ആ ഭൂമിയിലാണ് നമ്മളും ജനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ദേശത്തിൻ്റെ മഹത്വത്തിനെ നമുക്ക് കാണണം. बेङ्गळूरुनगरे वेदान्तभारत्याः ज्येष्ठाः कार्यकर्तारः श्रेष्ठाः विद्वांसश्च ते स्तोत्राणाम् अभियानसन्दर्भे तत्र तत्र एकम् उदाहरणं कथयन्ति. उदाहरणम् अत्यन्तं सरलं, प्रायः भवन्तः अपि जानन्ति. कश्चन प्राध्यापकः पाठशालायां स्वशालायां छात्राणां पुरतः कृष्णफलके एकां रेखां सुधाखण्डेन लिखितवान्. साक्षात् एका रेखा अस्ति. अनन्तरं छात्रान् उक्तवान्, भो छात्राः, इदानीम् एवमस्ति भवतां परीक्षा, भवत्सु यः कोऽपि विद्यार्थी छात्रः इदानीम् अत्र आगत्य एषा रेखा लघु स्यात्, किन्तु स्पर्शः न करणीयः. डस्टर् अथवा वस्त्रं स्वीकृत्य सम्मार्जनं न करणीयम्. एतादृशैः विना इदानीन्तनरेखा यावती दीर्घा सा रेखा तथैव तिष्ठेत्. तस्याः रेखायाः उपद्रवः, डिस्टर्बेन्स् न करणीयम्. किन्तु एषा रेखा अल्पीयसी स्यात्, लघु स्यात्, तथा कः करोति? आगच्छतु करोतु इति उक्तवान्. सर्वे छात्राः बहु चिन्तितवन्तः, स्पर्शं विना इदानीं कथं लघुकरणं? रेखा लिखिता,
लिखितायाः रेखायाः इदानीं न्यूनीकरणं कथं केन उपायेन इति बहु चिन्तितवन्तः। अध्यापकस्य आशयः कः इति केचन विमर्शान् कृतवन्तः, किन्तु कस्यापि स्फुरणं न भवतु। एकः छात्रः आगतः, आगत्य श्रीमन् अहं करोमि इति उक्तवान्। नियमान् जानाति खलु? जानामि जानामि। तर्हि करोतु। सुधाखण्डं यच्छन्तु कृपया इति उक्तवान् सः छात्रः। अध्यापकः सुधाखण्डं हस्ते दत्तवान्, सः स्वीकृतवान्। अहमिदानीं तां भवद्भिः या रेखा अत्र उल्लिखिता, रेखा कृता, अहं तु न स्पृशामि न नाशयामि, अथापि एषा रेखा अवश्यं लघु भवेत्, इदानीं पश्यन्तु भवन्तः इति आगत्य तदुपरि ततोपि एकाम् अधिकां रेखां लिखितवान्। सः उक्तवान्, पश्यन्तु इदानीं भवद्भिः या रेखा अत्र दर्शिता, इदानीं किं जातम्? अल्पा जाता, लघु जाता। अहं तु तां रेखां न स्पृष्टवान् न नाशितवान्, किमपि न कृतवान्। समीचीनं किम् इति पृष्टवान्। अध्यापकः साधु साधु इति सन्तोषेण उत्तरम् उक्तवान्। इदम् उदाहरणम् एते विद्वांसः सर्वत्र कथयन्ति स्म। कस्मिन् विषये? एतदुदाहरणं कथयन्तः एते विद्वांसः भगवत्पादानां कार्यम् ईदृशं कार्यम्। अस्य अर्थः कः? अहं कथयामि। കർണാടകത്തിലെ വേദാന്ത ഭാരതി പ്രവർത്തകർ ഈ സ്തോത്ര പാരായണത്തിൻ്റെ പ്രചാരണത്തിനൊക്കെ പോകുന്ന സമയത്ത് എല്ലായിടത്തും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇവിടെയും ഉണ്ടായിരിക്കാം, കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ചെന്നിട്ട് ബോർഡിൽ ഒരു രേഖ വരച്ചു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, ഈ രേഖ ചെറുതാക്കണം, പക്ഷേ ചില നിയമങ്ങളുണ്ട്, അത് മായ്ക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, ഇത് ചെറുതാക്കും വേണം. ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ മുന്നോട്ട് വന്ന് ചെയ്യാൻ പറഞ്ഞു. കുട്ടികൾ അങ്ങോട്ട് കൂടെ നോക്കി, എന്താ ഈ അധ്യാപകൻ പറയുന്നത്, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് ചിലരൊക്കെ പറഞ്ഞു. ഒരു കുട്ടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ചോക്ക് ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞു. ചോക്ക് എടുത്തു. ആ കുട്ടി അവിടെ ആ രേഖയുടെ മുകളിൽ അതിനേക്കാൾ വലിയ ഒരു രേഖ വരച്ചു. എന്നിട്ട് അവിടെ പോയിരുന്നു. ശരിയാണോ എന്ന് ചോദിച്ചു കുട്ടി. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, വളരെ നന്നായി, ഇത് തന്നെയാണ് വഴി. ചെറിയ ഒരു രേഖ വരച്ച് അതിനെ ചെറുതാക്കാൻ, അതിനെ സ്പർശിക്കാതെ ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതിനേക്കാൾ വലിയ ഒരു രേഖ ഉണ്ടാക്കുക. ഇതിനെ ഉദാഹരിച്ചുകൊണ്ട് ആ പ്രവർത്തകർ സമാജത്തോട് പറഞ്ഞു, ഇതാണ് ആചാര്യസ്വാമികളുടെ പ്രവൃത്തി. അത് എന്താണെന്ന് കൂടുതൽ വിസ്തരിക്കാം. ये विद्वांसः समन्वयम् एवं कुर्वन्ति उदाहरणेन सह। शङ्करभगवत्पादानां काले तदापि अस्माकं देशे जातिभेदः आसीत्, उपासनाभेदः आसीत्, भाषाविषये विवादः आसीत्, सर्वे विवादाः आसन्। अत एव तस्मिन् काले अस्माकं देशः छिद्रः सञ्जातः। अस्माकं श्रेष्ठः धर्मः नष्टप्रायः आसीत्। किन्तु श्री शङ्करभगवत्पादाः तेन कारणेन इति एकैकस्य उपरि आरोपं सर्वत्र कथयन् न सः कारणम्, एषः कारणम्, एतद् कारणम् इति सर्वान् उद्दिश्य इदानीन्तनपरिस्थितेः कारणम् अयं भगवत्पादाः न कथितवन्तः। किन्तु भगवत्पादैः किं कृतं? यथा उदाहरणे उपरि एका रेखा, पूर्वतनरेखा स्पर्श एव नास्ति, सा रेखा तथैव तिष्ठति, किन्तु तत् अवश्यं लघु भवति यदा उपरि एकां बृहत् रेखां कुर्मः। तथैव भगवत्पादाः अस्माकं समाजस्य जनाः विस्मृतवन्तः उपनिषद्विद्याम्, उपनिषत्तत्त्वं किम्? अरे वयं सर्वे शिवाः, आनन्दस्वरूपाः,
कुतो वा अस्माकं मध्ये भेदः? शरीरं तु भिन्नं भवेदेव, सृष्टेः नियमः। किन्तु शरीरम् अशाश्वतम्। अहं नाम शरीरं न, अहं नाम इन्द्रियाणि न, अहं नाम आनन्दस्वरूपः। सर्वेषां स्वरूपः अयमेव। अतः कुतो वा अस्माकं मध्ये भेदः? वयं सर्वे आनन्दस्वरूपाः भवेम इति बृहत् एकां रेखाम् अद्वैततत्त्वम् इति तस्य नाम। अद्वैतं नाम आनन्दः, अद्वैतं नाम परमात्मा, अद्वैतं नाम ब्रह्म, अद्वैतं नाम मतं न। शङ्करभगवत्पादाः मतप्रचारं न कृतवन्तः। मतं भिन्नं, तत्त्वं भिन्नं। शङ्करभगवत्पादाः मतं पार्श्वे संस्थाप्य तत्त्वं सर्वत्र समाजे प्रसारितवन्तः। तेन कारणेन अद्यापि वयं तस्य फलम् अनुभवन्तः स्मः। सत्यम्, अद्यतनकाले नाम वर्तमानकाले धर्मः किञ्चित् ह्रासङ्गतः इव अस्ति, तत् सत्यमेव अङ्गीकर्तव्यम्। अथापि वयं किञ्चिद्वा फलम् अनुभवामः धर्मस्य चेत् तत्र भगवत्पादाः कारणमित्यत्र न सन्देहः। तत् कार्यं कस्यापि अन्यस्य विषये तस्य नाशं कर्तुम् इष्ट्वा वा अथवा तस्य आघातं जनयित्वा वा तथा न। तद्विहाय ततोपि अधिकतमं तत्त्वं दर्शयित्वा भगवत्पादाः पुनश्च अस्माकं सनातनधर्मः यः अस्ति तं धर्मं प्रतिष्ठापितवन्तः। एतद् वण्डर् न, कस्यापि वण्डर् न भवत्येव, गणनायां नास्त्येव, സ്ഥാनमेव नास्ति. ആ കാലത്തും ആചാര്യസ്വാമികളുടെ കാലത്തും സമൂഹത്തിലെ പലതരത്തിലുള്ള ഭേദങ്ങളുണ്ടായിരുന്നു. ജാതിഭേദവും ഭാഷാഭേദവും പ്രദേശഭേദവും എല്ലാം അക്കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ആചാര്യസ്വാമികൾ ഈ നേരത്തെ അധ്യാപകൻ്റെ ആ ഉദാഹരണം, 2 രേഖകളുടെ ഉദാഹരണം പറഞ്ഞതുപോലെ ഇതെല്ലാം ഉണ്ട്. ഇതിനെ മറികടക്കാൻ, ഇതിനെ മാറ്റാൻ എന്താണ് ഉപായം? അതിനേക്കാൾ വലുതായ ഒരു തത്വം, വിചാരം, അത് ലോകരുടെ മുന്നിൽ വയ്ക്കുക. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ശരിയാണ്, പക്ഷേ നമ്മളെല്ലാവരും ആ ഒരേ ഒരു സത്യത്തിൻ്റെ സ്വരൂപത്തിൻ്റെ തന്നെ ഭേദഭാഗങ്ങളാണ്. അതുമാത്രമാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വരൂപം ഒന്ന് തന്നെയാണ്. നമ്മളെല്ലാവരും ആ പരമ ചൈതന്യം തന്നെയാണ്, ശിവനാണ്. ഈ തത്വം അദ്ദേഹം എല്ലായിടത്തും എത്തിക്കാൻ ശ്രമിച്ചു. ഈ അദ്വൈത തത്വം എന്നത് ഒരു മതമല്ല, അത് അറിവാണ്. അതുതന്നെയാണ് പരബ്രഹ്മം, അതുതന്നെയാണ് പരമതത്വം. ആ തത്വത്തെ സമൂഹത്തിൽ എല്ലായിടത്തും എത്തിക്കാനായിട്ട് അദ്ദേഹം പ്രയത്നിച്ചു. ഒരിക്കലും ഇതൊരു തെറ്റാണ്, അത് ശരിയല്ല, ഇതിന് ഇയാളാണ് കാരണക്കാരൻ, ഇത് അവരാണ് ചെയ്തത് എന്നൊന്നും പറഞ്ഞ് ആരെയും മാറ്റി നിർത്താതെ, ആരെയും വിമർശിക്കാതെ ചെയ്യേണ്ട കാര്യം ചെയ്ത് കാണിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഇത് ലോകത്തിലെ മഹാത്ഭുതം അല്ലേ? ഈ നാട്ടിൽ ജനിച്ച ഈ മഹാത്മാവ്, അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ പ്രയത്നം, അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നും നമ്മൾ ഒട്ടനവധി സമസ്യകൾ, പ്രശ്നങ്ങൾ എല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ സനാതന ധർമ്മം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അതിന് കാരണം ആ ആചാര്യ ഭഗവത്പാദരുടെ ഇത്തരത്തിലുള്ള അസീമമായ പ്രവർത്തനം തന്നെയാണ്. प्रायः भवन्तः अपि सर्वे जानन्ति भगवद्गीतां. भगवद्गीतायां भगवान् किम् उक्तवान्? भगवान् उक्तवान्, अर्जुन चातुर्वर्ण्यं मया सृष्टम् इति उक्तवान्. अस्माकिनः केचन एतद्वाक्यं स्वीकृत्य पश्यतु पश्यतु, किं पश्यतु? न भवतां धर्मे पश्यतु. किं? भवतां धर्मे स्वयं भगवान् कथयति, अहं वर्णान् उत्पादितवान् इति भगवानेव कथयति. तादृशः धर्मः भवता. एवं
इति अन्ये केचन अङ्गीकुर्वन्ति। एवमेव प्रवर्तनं पश्यामः समाजे। किन्तु वास्तवरूपेण किं भगवान् उक्तवान् सत्यं चातुर्वर्ण्यं मया सृष्टम् इति उक्तवान्, गुणकर्मविभागशः इति उक्तवान्। तस्य अर्थः कः? अनन्तरं स्वयं भगवान् कथयति, विद्याविनयसम्पन्ने ब्राह्मणे गविहस्तिनि शुनि चैव श्वपाके च पंडिताः समदर्शिनः। अर्जुन, ये ज्ञानं प्राप्तवन्तः पंडिताः ते ब्राह्मणाः भवन्तु, चण्डालो वा भवतु, गजो वा भवतु, शुनकः, ये केऽपि एते भवन्तु, सर्वेषां विषये समानरूपेण सः पश्यति। समानरूपेण नाम सर्वे आत्मानः आत्मस्वरूपाः एव इत्येव सः पश्यति। स एव वस्तुगत्या पण्डितः इति कृष्णः एव कथयति भगवद्गीतायामेव 5मे अध्याये। एतद्वयं न वदामः। वयं किं चातुर्वर्ण्यं मया सृष्टं, चातुर्वर्ण्यं मया सृष्टम्, इदमेव घोषणं सर्वत्र। वस्तुगत्या चातुर्वर्ण्यसृष्टिः किमर्थं? रामकृष्णपरमहंसः अतिसुन्दरम् एकम् उदाहरणं कथयति। रामकृष्णपरमहंसस्य विषये सर्वे जानन्ति खलु? ശ്രീമദ് ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്നുണ്ട് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന്. അത് കാണിച്ചുകൊണ്ട് നമ്മുടെ തന്നെ പലരും കണ്ടില്ലേ, ഭഗവാൻ തന്നെ പറയുന്നു ചാതുർവർണ്ണ്യം ഞാനാണ് ഉണ്ടാക്കിയെന്ന്. പക്ഷേ ഇതിൻ്റെ അപരം ഭാഗം അവർ കണ്ടു എന്ന് നടിക്കുന്നില്ല. ഗുണകർമ്മ വിഭാഗശഃ എന്നുള്ളത് എന്താണ്? ഗുണകർമ്മ വിഭാഗശം. അതുകൂടാതെ 5-ാം അധ്യായത്തിൽ മറ്റൊന്നും പറയുന്നുണ്ട്, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശ്വപാകേശ്ച പണ്ഡിത സമദർശിനഃ എന്നുള്ളത്. അത് കാണുന്നേ ഇല്ല എല്ലാത്തിലും. അത് എല്ലാ അറിവുള്ള ബ്രാഹ്മണനാണെങ്കിലും ശ്വാനൻ ആണെങ്കിലും അല്ലെങ്കിൽ അതിനെ കഴിക്കുന്ന ആളുകളാണെങ്കിലും ശരി, ശ്വപാകേച്ഛ എല്ലാത്തിലും ഒന്നിനെ കാണുന്നു, ഒരു തത്വത്തെ കാണുന്നു. ഉള്ളിലുള്ള അതല്ലെങ്കിൽ അതിനെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ പരമചൈതന്യത്തിനെ കാണുന്നു. അതാണ് ഞാൻ. ആ തത്വം കാണുന്നില്ല. അത് കാണാതെ ഈ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിന് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ അത് മാത്രം സ്വീകരിച്ചുകൊണ്ട് കൊട്ടിഘോഷിച്ച് ഇതിനെ എതിർക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? ശരിക്കും നമ്മുടെ തത്വം അതല്ല. പിന്നെ ഈ ചാതുർവർണ്ണ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ശ്രീരാമകൃഷ്ണ പരമഹംസർ നമുക്കെല്ലാവർക്കും അറിയാലോ, സ്വാമി വിവേകാനന്ദൻ്റെ മഹാഗുരു. അദ്ദേഹം നല്ലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. पूर्वस्मिन् काले नदीतरणार्थं नौका उपयोगः। श्रीरामकृष्णपरमहंसः एतदुदाहरणं कथयति। उदाहरणं किं? सर्वे वयं नदीतरणार्थं नौकां स्वीकुर्मः, नौकासहायं स्वीकुर्मः। अत्यन्तम् अनिवार्यं खलु अन्यं ग्रामं गन्तुं। किन्तु यः कोऽपि नदीं तीर्त्वा नौकां शिरसि स्थापयन् गच्छति किम्? किमर्थम्? अहं नदीम् इदानीम् एतया एव नौकया तीर्णवान्, अतः नौकामेव अहं नयामि इति कोऽपि न नयति। नौकायाः उपयोगः केवलं नदीतरणार्थं, तावानेव उपयोगः। तरणानन्तरम् अन्यस्य यः पुनः नदीतरणम् इच्छति तस्मै नौका परित्यज्यते। एवं खलु रामकृष्णपरमहंसः कथयति, अस्माकं वर्णाः अपि एवमेव। वर्णाः एतदर्थम् अस्माकं पूर्वजाः कृतवन्तः, उदरपोषणार्थं न, परस्परं कलहार्थं न, किन्तु मनुष्यजन्मनः सार्थकं प्राप्तुम्, आनन्दस्वरूपे स्थातुं, वर्णाश्रमादि सकलभेदान् परिपूर्णरूपेण दूरीकर्तुं वर्णः। वर्णमेव शिरसि गृहीत्वा परस्परं कलहायमानाः सर्वनाशं प्राप्नुवन्तु इति न एषा मतिः कस्यापि नासीत्, भगवतः अपि नास्ति, कृष्णस्यापि नास्ति। अत एव पुनः
विद्याविनयसम्पन्ने ब्राह्मणे गविहस्तिनीति भवता उक्तं। स्वयं श्रीशङ्करभगवत्पादाः इदानीं माधवन् महोदयैः किञ्चित् उक्तम्, अहं किञ्चित् अवगतवान्। वर्णादिविषये विचारः प्रस्तुतः। केचन एवमपि कथयन्ति वः वास्तविकरूपेण तथा नास्ति इति माधवन् महोदयैः उक्तं। शङ्करभगवत्पादाः स्वयं 10 श्लोकी इति एकं ग्रन्थं लिखितवन्तः। तत्र कथयन्ति न वर्णाः, भगवत्पादाः आचारधर्माः न इति कथयन्ति। आश्रमः अपि नास्ति, वर्णः अपि नास्ति मम। तर्हि इदानीम् अस्ति खलु इति चेत् भगवत्पादः अध्यासः नाम अज्ञानम्, अज्ञानकारणात् इदानीम् अस्ति। किन्तु वास्तवरूपेण तदेको वशिष्ठशिवः केवलोऽहम्, अहं केवलं शिवः, आनन्दस्वरूपः। वर्णः अपि नास्ति, आश्रमः अपि नास्ति, किमपि नास्ति। तत्सर्वं शरीरस्य। तत्तु किमर्थम् इत्युक्ते शरीरभावं परित्यज्य आनन्दस्वरूपं द्रष्टुं तावदेव। तदनन्तरं पुनः वर्णं स्वीकृत्य कोऽपि न गच्छति, कोऽपि न गतवान्। अस्माकं देशे कोऽपि न गतवान्। कारणं किम्? एतत् सर्वं बन्धनं। वर्णः भवतु, आश्रमः भवतु, सर्वे एते बन्धनं जनयन्ति। अतः बुद्धिमान् एतत् न इच्छति, पण्डितः एतन्न इच्छति। सा केवलम् इच्छति एतद् तत्सर्वं तीर्त्वा लक्ष्यं प्रति गन्तव्यम्, आनन्दस्वरूपं प्राप्तव्यं। तदर्थं यावदावश्यकं तावदेव अस्माकं देशे एवं परम्परा आगता। किन्तु वयं सर्वे जानीमः चरित्रं किं जातमिति। രാമകൃഷ്ണദേവർ പറയുന്നു, നമ്മൾ പുഴ കടക്കാൻ വഞ്ചി ഉപയോഗിക്കാറുണ്ട്, ആവശ്യമാണ്. പക്ഷേ അത് കരുതി പുഴ കടന്നതിന് ശേഷം ആ വഞ്ചി എടുത്ത് തലയിൽ വെച്ച് നടക്കാറുണ്ടോ? കാരണം ഈ വഞ്ചിയാണ് നമ്മളെ പുഴ കടത്താൻ സഹായിച്ചത് എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമാന്മാരങ്ങനെ ചെയ്യില്ല. ആ വഞ്ചി മറ്റുള്ളവർക്ക് വീണ്ടും പുഴ കടക്കാനായിട്ട് അവിടെ ഉപേക്ഷിച്ച് അവർ മുന്നോട്ട് പോകും. ഇതുപോലെയാണ് വർണ്ണങ്ങൾ. വർണ്ണങ്ങൾ അറിയണം, അതറിഞ്ഞ് അത് വെടിയാൻ വേണ്ടിയിട്ടാണ്, അത് വെടിഞ്ഞ് ആ ഏകത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിന്ത. ഭഗവത് പാദര് പറയുന്നു ദശശ്ലോകിയിലെ ഈ വർണ്ണങ്ങളല്ല, ന വർണ്ണാഹ ന ആചാരധർമാഹ, ഇതൊന്നുമല്ല, ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളല്ല. പിന്നെ എന്താണ് എന്ന് വെച്ചാൽ അവശിഷ്ടമായിട്ടുള്ള ആ ഏകം ആ ശിവസ്വരൂപമാണ് എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ അജ്ഞാനമാണ്. ഈ ഭേദങ്ങളൊക്കെ അറിവില്ലായ്മയാണ്. അറിവ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇതൊന്നും സത്യമല്ല, സത്യമായിട്ടുള്ളത് ഒന്ന് മാത്രമാണ്, ആനന്ദം. അത് മാത്രമാണ് സത്യം. ഈ അറിവാണ്, ഇതാണ് സത്യമായിട്ടുള്ളത്, ഇതാണ് അടിസ്ഥാനം. മറ്റെല്ലാം അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈ വഞ്ചിയെ പോലെ ഒരു ഉപായം മാത്രമാണ്. അങ്ങനെ ഈ വർണ്ണങ്ങളെയൊക്കെ മനസ്സിലാക്കി അതിനപ്പുറം പോവുക. ഇതൊക്കെ ബന്ധനത്തിന് കാരണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബന്ധനങ്ങളെ ഛേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇതിനാണ് ഈ അറിവ്, ഇതാണ് ഇതിൻ്റെ തത്വം. പക്ഷേ അത് മനസ്സിലാക്കാതെ എന്തൊക്കെയോ മറ്റുള്ളവർ ഇതിനെ കുറിച്ച് മറ്റ് അഭിപ്രായങ്ങൾ പറഞ്ഞു നടക്കുന്നു എന്ന് മാത്രം. श्रीशङ्करभगवत्पादाः एतादृशं ज्ञानं तत्सर्वैः प्राप्तव्यं, तदर्थं मनुष्यजन्म। भगवान् अस्माकं तु मनुष्यजन्म दत्तवान् एतदर्थम्। इतः परं जन्म एव न भवेत्, आनन्दस्वरूपे वयं तिष्ठेम इति मत्वा भगवतः अनुग्रहः। अतएव शङ्कराचार्याः सर्वत्र मनुष्यजन्मनः विषये अत्यन्तं श्लाघनं कुर्वन्ति। अनन्तरम् एतान् उपदेशान् उपदिशन्ति। नैव वयं सर्वे मनुष्याः, अतः इदानीमेव जन्म सार्थकं कुर्मः इति सर्वत्र उपदेशं कुर्वन्तः समग्रे समाजे धर्मस्य विषये जागृतिं श्रीशङ्करभगवत्पादाः आनीतवन्तः। तादृशस्य महापुरुषस्य अवतारभूमिः कालटीक्षेत्रम्। മനുഷ്യ ജന്മത്തിൻ്റെ ഉദ്ദേശ്യം ഈ
അറിവ് നേടലാണ്. ഈ എല്ലാ ബന്ധനങ്ങളും വെടിഞ്ഞ് നമ്മുടെ സ്വരൂപം എന്താണ്, ആ ആനന്ദമായിട്ടുള്ള ആ തത്വം, ആ സത്യം, അത് ഒന്ന് മാത്രമാണ് നമ്മുടെ സ്വരൂപം. അതിനെ മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ജന്മം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് പരമമായ ധർമ്മം. ഇതാണ് സനാതന ധർമ്മത്തിൻ്റെ കാതൽ. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആചാര്യ ഭഗവത്പാദര് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പലതരത്തിലും ഇതിനു വേണ്ടി പരിശ്രമിച്ചു. ആ മഹാത്മാവാണ് മനുഷ്യ ജന്മത്തിൻ്റെ കാതലെന്താണ്, അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് മനസ്സിലാക്കി തന്ന ആ മഹാത്മാവിൻ്റെ ജന്മഭൂമിയാണ് ഈ മണ്ണ്. इदानीम् अत्र भाषणावसरे द्वावपि उल्लिखितवन्तौ, सौन्दर्यलहरी विचारम् उक्तवन्तौ. तत्रापि नागार्जुनसंस्थायाः प्रमुखाः स्तोत्रमेव शरज्योत्स्नां पठित्वा एव आरम्भं कृतवन्तः भाषणं. सौन्दर्यलहरी स्तोत्रे भगवत्पादाः किं प्रार्थयन्ति? सर्वत्र प्रार्थनायां सर्वेषु श्लोके सर्वेषु स्तोत्रेषु मम इति न कथयन्ति भगवत्पादाः. धुनोतु ध्वान्तं नः इति कथयन्ति. अस्माकं सर्वेषाम् अज्ञानम् अन्धकारः दूरं गच्छतु हे मातः इति प्रार्थना. तनोतु क्षेमं नः इति प्रार्थना कुर्वन्ति. अम्बा अस्माकं सर्वेषां, नः नाम सर्वेषां, क्षेमं जनयतु, अनुग्रहं करोतु इति प्रार्थनां करोतु. तवेदं नः खेदं हरतु इति प्रार्थनां कुर्वन्ति. दुःखं दूरीकरोतु मातः. कस्य? मम. शङ्करभगवत्पादाः न कथयन्ति. नः अस्माकं सर्वेषां दुःखं दूरीकरोतु. अस्माकं मनः शुद्धं भवतु इति प्रार्थनां पवित्रीकर्तुं नः. पुनः सौन्दर्यलहरीस्तोत्रं स्मारयामि. मम मनः शुद्धं भवतु नैव, अस्माकं सर्वेषां भवतु. न केवलम् एतावत्. अरालाकेशेषु प्रकृतिसरला मन्दहसिते. अस्मिन् स्तोत्रे किं प्रार्थयन्ति? जगत्त्रातुं शम्भोः जयति करुणा काचिदरुणा. स्तोत्रेषु एतादृशी प्रार्थना अन्यत्र द्रष्टुम् अस्माभिः कष्टम् अनुभवितव्यमेव. कष्टसाध्यं तत् केवलं भगवत्पादानां स्तोत्रे. भगवत्पादाः प्रार्थयन्ति अम्बायाः समीपे जगत्त्रातुं, समग्रस्य जगतः रक्षणार्थं भवत्याः अनुग्रहः भवतु. सौन्दर्यलहरीस्तोत्रस्य वैशिष्ट्यम् इदमपि अस्ति. यथा वेदेषु इदानीमत्र मन्त्रः उक्तः, भद्रं कर्णेभिः शृणुयाम देवाः. एतादृशाः मन्त्राः सहस्रशः सन्ति. सर्वान् उद्दिश्य, न केवलम् अस्मान् मनुष्यान् उद्दिश्य, अपि तु भेषजं, सस्यानि, प्राणिनः सर्वेषां मङ्गलं भवतु, सर्वेषां सुखं भवतु इत्येव वेदप्रार्थना. तादृशी एव प्रार्थना भगवत्पादैः स्वस्तोत्रेषु अपि कृता. ഇവിടെ മുൻപ് സംസാരിച്ച രണ്ടുപേരും സൗന്ദര്യലഹരിയെ സ്മരിക്കുകയുണ്ടായി. നമുക്കറിയാം സൗന്ദര്യലഹരി, അതിൻ്റെ മഹത്വം നമുക്ക് കുറച്ചൊക്കെ പരിചയമുള്ളതാണ്. ഈ സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമികൾ നമുക്ക് എന്നാണ് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. ധുനോതു ധ്വാന്തം നഹ, നമ്മുടെ അന്ധകാരത്തെ, അജ്ഞാനത്തെ നശിപ്പിക്കുക. നമുക്ക് ക്ഷേമം തന്നാലും ന ഖേദം ഹരതു, നമ്മളുടെ ദുഃഖത്തിനെ നശിപ്പിച്ചാലും പവിത്രീകർത്തും നഹ, എല്ലാവരെയും പവിത്രമാക്കുന്നതിന് വേണ്ടി. ഇത്തരത്തിൽ എല്ലായിടത്തും നമുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിടത്തും എനിക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഇത്രയും കാരുണ്യം ആണ് അദ്ദേഹത്തിനുള്ളത്. ഒരിടത്തും തൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. നമ്മളുടെ എല്ലാവരുടെയും കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി മുഴുവൻ. മറ്റൊരു ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, ജഗത്രാതും ശംഭോ ജയതി കരുണ കാചിതരുണ. ഹേ ഭഗവൻ, ഹേ ശങ്കര,
ഈ ലോകത്തിനെ മുഴുവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാരുണ്യം അവിടുന്ന് ഒഴുക്കണമേ എന്ന്. ഇത്തരത്തിൽ ഈ ലോകത്തിന് മുഴുവൻ ക്ഷേമവും മംഗളവും സന്തോഷവും ആനന്ദവും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. വേദങ്ങളിൽ നമ്മുടെ ഇവിടെ തുടക്കത്തിൽ വേദമന്ത്രം ഭദ്രം കർണേഭി ശൃണുയാമദേവ എന്ന വേദമന്ത്രം കേട്ടു. ഈ വേദങ്ങളിലൊക്കെ പറയുന്നത് എന്താണ്? എല്ലാ ചരാചരങ്ങൾക്കും ക്ഷേമമുണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ, മംഗളമുണ്ടാകട്ടെ എന്നാണ്. ഇതേ തത്വം തന്നെയാണ് ആചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മംഗളമുണ്ടാകട്ടെ, എല്ലാവർക്കും ആ ആനന്ദം ലഭിക്കുമാറാകട്ടെ എന്ന ആ പ്രാർത്ഥന, അതാണ് ഇതിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ മഹാത്മാവിൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ ദേശമാണ് ഇത്. अद्य काश्मीरं गच्छामश्चेत् तत्रापि भगवत्पादानां स्मरणं कुर्वन्ति जनाः. नेपालं गच्छामश्चेत् तत्र अस्माकम् अपेक्षया इदानीम् अधिकं दृश्यते इव अस्ति नेपाले भगवत्पादानां विषये. ईशान्यप्रदेशेषु गच्छामश्चेत् तत्रापि भगवत्पादानां विषये महती श्रद्धा इदानीमपि दृश्यते. किं कारणं स्यात्? कारणं किं स्यात्? किम् अकस्मात् भगवत्पादाः सौन्दर्यलहर्यादिस्तोत्राणि अथवा भाष्यग्रन्थान् सर्वान् कृत्वा ब्राह्मणान् आहूय, हे ब्राह्मणाः आगच्छन्तु, पश्यतु अहं सौन्दर्यलहरीस्तोत्रं रचितवान्, यतो रहस्यं भवतां मध्ये भवतु, अन्येभ्यः मा यच्छन्तु इति कथितवन्तः. किम् यदि तथा भगवत्पादानां जीवनं स्यात्, कुतो वा स्मरणं काश्मीरे, किमर्थं वा अस्सां प्रदेशे अथवा अस्माकं देशस्य कोणेषु कोणेषु भगवत्पादानां स्मरणम् इदानीमपि. कारणमिदमस्ति, अद्यतनाः न भविष्यत्कालीनाः अपि ये भवन्ति भविष्यन्ति तान् सर्वान् उद्दिश्य भगवत्पादानाम् उपदेशः. कीदृशः उपदेशः? न वयम् अल्पाः, वयं न अल्पाः न क्षुद्राः, अपि तु वयं तु शिवस्वरूपाः, आनन्दस्वरूपाः इति ज्ञानं सर्वे प्राप्नुवन्तु इति भगवत्पादानां महान् यत्नः. विद्यारण्यस्वामिनः कथयन्ति, त्रातुं लोकान् भवदवशिखा तापपापच्यमानान्. विद्यारण्यस्वामिनः समग्रस्य लोकस्य कुत्रापि भेदभावः नास्ति, सर्वे दुःखं दूरीकृत्य आनन्दे तिष्ठन्तु इति धिया स्वयं परमात्मा भगवत्पादरूपेण शङ्कराचार्यरूपेण आगतः इति कथयन्ति विद्यारण्यस्वामिनः. सर्वे तोटकाचार्याः भव एव भवानिति मे नितरां तोटकाचार्याः. अतः तादृशः महान् पुरुषः श्रीशङ्करभगवत्पादः. महान् पुरुषः इति अहं वारं वारं स्मारयामि. किमर्थमित्युक्ते समाजस्य अनन्तरं मम विषयेपि भगवत्पादानां कृपा कीदृशी. कारणं किं? मम अज्ञानं दूरं गच्छतु इति भगवत्पादानां प्रयत्नः. एवमेव सर्वेषाम्. अतः महापुरुषः भगवान् शङ्कराचार्यः. ഇന്ന് കാശ്മീരിലോ നേപ്പാളിലോ മറ്റ് പൂർവ്വദേശങ്ങളിലോ എവിടെ പോയാലും ആചാര്യസ്വാമികളുടെ മഹത്വം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇതിന് കാരണം? ആചാര്യസ്വാമികൾ ഇത്തരത്തിലുള്ള മഹാതത്വങ്ങളും ഈ സ്തോത്രങ്ങളെല്ലാം രചിച്ച് അത് ബ്രാഹ്മണർക്ക് ഉപദേശിച്ച്, ഇത് നിങ്ങൾ കൊണ്ടു നടന്നോളെ, ഇത് രഹസ്യമായിട്ട് വെച്ചോളെ, നിങ്ങൾക്കൊക്കെ ക്ഷേമമായിട്ട് നടക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് അത് ചുരുക്കി ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ലോകത്തിൽ മുഴുവൻ വാരി വിതറി അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം ഇന്നും ഇവിടെ എല്ലായിടത്തും ഇന്നും നിലനിൽക്കുന്നത്. അത് അദ്ദേഹം പറയുന്നത് എല്ലായിടത്തും നമുക്ക് നേരത്തെ നമ്മളൊന്ന് കണ്ടു. എനിക്ക് അല്ല, ഈ ലോകത്തിന് മുഴുവൻ എല്ലാ ചരാചരങ്ങൾക്കും മംഗളം ഉണ്ടാകണം എന്ന ഒരേ ഒരു ആഗ്രഹം, എന്ന ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പ്രവർത്തിച്ചിരിക്കുന്നത്.
വിദ്യാരണ്യ സ്വാമികൾ പറഞ്ഞു, ത്രാതും ലോകാൻ, ഈ ലോകം മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തികളും. ത്രോടകാചാര്യരും അതുതന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഈ ലോകത്തിനെ മുഴുവൻ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് എന്നുള്ളത്. ഇത് ആണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. കേവലം അദ്ദേഹം മഹാനാണെന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്. എൻ്റെ അജ്ഞാനം നീങ്ങുന്നതിന് വേണ്ടിയിട്ട്, നീക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ ഉപദേശങ്ങൾ ലാഭകരമാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും അജ്ഞാനം മാറ്റാൻ ആചാര്യ ഭഗവത്പാദരുടെ ഉപദേശങ്ങൾ എല്ലാം അത്രയ്ക്കും കെൽപ്പുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മളാരും നിസ്സാരരല്ല, നമ്മളൊന്നും തുച്ഛന്മാരല്ല, ലഘു ആൾക്കാരല്ല, നമ്മളെല്ലാവരും മഹാന്മാരാണ്. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരേ ഒരു പരമ ചൈതന്യമാണ്, ആ ബ്രഹ്മസ്വരൂപം തന്നെയാണ് നമ്മൾ എന്ന ആ ഒരു വിചാരം, ആ തത്വം അദ്ദേഹം എല്ലായിടത്തും വാരി വിതറി. ഇതാണ് ആ മഹത്വം. അപ്പോൾ എൻ്റെ ആ അറിവില്ലായ്മ മാറി ഞാൻ നിസ്സാരനല്ല, ഞാൻ ഈ മഹത്തായ സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ അറിവ്, അത് എനിക്കും എല്ലാവർക്കും നേടാൻ സാധിക്കുന്നു ആചാര്യസ്വാമികളുടെ ഉപദേശം വഴി. ഇതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഇതുകൊണ്ടാണ് അദ്ദേഹം മഹാനാണെന്ന് എന്ന് വീണ്ടും വീണ്ടും നാം പറയുന്നത്. ഭഗവത്പാദാനാം ഉപദേശവിഷये अन्यदुदाहरणद्वयं स्मारयामि. तस्य विवरणं दातुम् अद्य तु अहं तु न इच्छामि, यतोहि समयः नास्ति. अनन्तरं भवन्तः तद् ज्ञात्वा समाजं प्रति वक्तुम् अर्हन्ति. मरणं किम् अहं सन्यासी इति कारणतः सुखं भवति? माधवन् महोदयः न्यायाधीशः इति कारणतः तस्य मरणं सुखं भवेत् किम्? न. भवन्तः अत्र उपविष्टाः केचन पुरुषाः इति कारणतः पुरुषाणां मरणम् अत्यन्तं सुखं, महिलानां मरणम् अत्यन्तं दुःखम्, अथवा महिलानां मरणम् अत्यन्तं सुखं, पुरुषाणां मरणं दुःखम् अस्ति किम्? कुत्रापि नास्ति, कदापि नास्ति, कस्यापि भवतु मरणमेव दुःखमेव, नास्ति तत्र सन्देहः. अतः अस्माकं विषये भगवत्पादानां कृपा एवमस्ति. उपनिषत्सु तद् रहस्यं स्फोटितमस्ति. भगवत्पादाः तम् अंशं स्वीकृत्य कथयन्ति, अयि भोः, मरणं तु सर्वेषां दुःखजनकं भवति, नास्ति तत्र संशयः, यस्य कस्यापि भवतु. भगवत्पादानां शब्दः एवमस्ति, प्रयोगः, मर्माणि निकृन्तन्तीव. मर्मस्थलं भवति खलु शरीरे, तद् मरणसमये निकृन्तन्तीव, उत्पाटयन्तीव. तर्हि कस्य नास्ति? भगवत्पादाः कथयन्ति, यः मरणं भविता एव, अतः मरणम् एवं न भवेत् इति मनसि अस्ति विचारश्चेत् सः सर्वः अपि अस्मिन् मार्गे चलत्, तस्य मरणविषये भयं न भवति इति मार्गं दर्शितवन्तः. महिलाः भवन्तु, कुट्टी भवतु, अथवा प्रौढाः भवन्तु, एकेपि भवन्तु, मरणभयम् अस्ति किं? तर्हि मरणभयात् दूरम् आगन्तुं, मरणभयं दूरीकर्तुम् अयं मार्गः इति दर्शितः भगवत्पादैः. सामान्यं किम् उदाहरणं? മരണം അത്രയും സുഖമുള്ളതാണ്. ഇപ്പോൾ സ്വാമിജി സന്യാസിയാണ്, സന്യാസിക്ക് മരണം സുഖമാണ്. അല്ലെങ്കിൽ മാധവൻ സാറിൻ്റെ ജസ്റ്റിസാണ്, അദ്ദേഹത്തിന് ജസ്റ്റിസ് ആയതുകൊണ്ട് മരണം അത് വിശേഷമായിട്ടുള്ള മരണമാണ്. അല്ല, പുരുഷന്മാർക്ക് മരണം വിശേഷമാണ്, സ്ത്രീകൾക്ക് വിശേഷമാണ്, അല്ലെങ്കിൽ വിശേഷമല്ല. അങ്ങനെ ഉണ്ടോ? മരണം എല്ലാവർക്കും ഭയം തന്നെയാണ്, നമുക്കറിയാം. മരണഭയത്തിനെ പോലൊരു ഭയം ലോകത്തിലില്ല. മരണം ആചാര്യസ്വാമികൾ എന്ന് പറയുന്നുണ്ട്, ഉപനിഷത്തുകളെ വിവരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ മർമ്മങ്ങളെയും വെട്ടിമുറിക്കുന്ന പോലെയാണ്, മർമ്മഛേദനത്തിന് തുല്യമാണ് മരണം. അത്രയും വളരെയധികം ഭയജനകവും വേദനാജനകവുമാണ്.
അത് സത്യമാണ്. എന്നാൽ ഈ മരണഭയത്തിനെ മറികടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ആചാര്യസ്വാമി പറഞ്ഞുണ്ട്. ഈ വഴിക്ക് പോയാൽ ഈ മരണത്തിനൊന്നും വില കൊടുക്കേണ്ടി വരില്ല, ഈ മരണത്തിനൊക്കെ നിസ്സാരമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനൊരു വഴിയുണ്ട്. ആ വഴി ഈ ഉപനിഷത്തിൻ്റെ വഴിയാണ്. അതിനെ അദ്ദേഹം കാണിച്ചു തന്നു. മരണം ദുഃഖകരമാണ്, പക്ഷേ ആ ദുഃഖത്തെ മറികടക്കാൻ ഒരു വഴിയുണ്ട് എന്ന് നമുക്ക് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. सामान्यतः व्यवहारे वयं पश्यामः, यदा कश्चिन् मृतः भवति वयं किं वदामः? ಅವನತ್ರ ಪ್ರಾಣ ಪೋಯಿ ಅಂತ ಹೇಳ್ತೆ ಇತಿ ವದಾಮಃ ಖಲು. ಎവിടെ ಪೋಯಿ ಪ್ರಶ್ನಃ ಪೋಯಿ ಎവിടെ ಪೋಯಿ ವಯಂ ನ ಜಾनीमः. ಪ್ರಾಣಃ ನಾಮ ಕಃ ವಯಂ ನ ಜಾनीमः. किन्तु अस्माकं ग्रन्थेषु तत्रापि भगवत्पादाः प्राणविषये एतादृशं विवरणं दत्तवन्तः. अनन्तरं कस्यापि मरणभीतिः न स्यात्. न केवलं मरणभीतिः न स्यात्, प्राणविषये स्पष्टः विचारः भवेत्. तथा भगवत्पादानाम् उपदेशः दृश्यते. कियत्पर्यन्तम् इदानीन्तन मोडर्न् सैन्स् तेऽपि चकिताः एतद् दृष्ट्वा. अस्माभिः सेमिनार् क्रियते तत्र तत्र एतादृशेषु विषयेषु भगवत्पादानां यत्र उपदेशाः अत्यमूल्याः, तान् विशिष्य स्वीकृत्य सर्वे उपदेशाः अमूल्याः एव. किन्तु अद्यतन विज्ञानमपि यत्र चकितं भवेत् तादृशम् अंशं स्वीकृत्य तत्र तत्र वयं सेमिनार् कुर्वन्तः स्मः, कान्फरेन्स् कुर्वन्तः स्मः. तत्र एते अस्माकम् इदानीन्तन विज्ञानिनः अपि चकिताः भवन्ति. एवं भगवत्पादाः लिखितवन्तः किम् इति. सत्यं सर्वेषाम् उपकाराय भवतु इति लिखितवन्तः इति वयं वदामः. മരണത്തിനെക്കുറിച്ച് ആചാര്യസ്വാമികൾ വളരെ വിസ്തരിച്ച് പറഞ്ഞതുപോലെ മറ്റൊരു ഉദാഹരണം പ്രാണനെ കുറിച്ചാണ്. നമ്മൾ സാധാരണ പറയാണ് മരിച്ചു കഴിഞ്ഞാൽ പ്രാണൻ പോയി. എവിടേക്കാണ് പോയി പ്രാണൻ? അതിന് ഉത്തരമില്ല. പ്രാണനെ കാണാണ്ടോ? അതുമില്ല. അതും സത്യമാണ്. പക്ഷേ ഇതിനെക്കുറിച്ചും ആചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ പല സ്ഥലത്തും വളരെ വിസ്തരിച്ച് എന്താണ് പ്രാണൻ, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മരണത്തിനെക്കുറിച്ച്, പ്രാണനെക്കുറിച്ച്, ഇതൊക്കെ ഇന്നും ആധുനിക അല്ലെങ്കിൽ പാശ്ചാത്യ വിജ്ഞാനത്തിന് പോലും വേണ്ടത്ര അറിവ് ഇല്ലാത്ത ഈ വിഷയങ്ങളെക്കുറിച്ച് പോലും വളരെ വ്യക്തമായിട്ട് സൂക്ഷ്മമായിട്ട് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. വേദാന്ത ഭാരതിയുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും ഈ വിഷയങ്ങളെക്കുറിച്ച് ചില സെമിനാറുകൾ, ചർച്ചാ സത്രങ്ങളൊക്കെ നടത്താറുണ്ട്. അതിൽ ഇത്തരം വിഷയങ്ങൾ അത് പാശ്ചാത്യ ഈ വിജ്ഞാന ക്ഷേത്രത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഭാരതീയമായ നമ്മുടെ ശാസ്ത്രങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി, താരതമ്യം ചെയ്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം സെമിനാറുകൾ നടത്താറുണ്ട്. അത് ഭാരതീയ വിചാരത്തിനെ കേൾക്കുമ്പോൾ ഈ പാശ്ചാത്യ ശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നു, ഇതൊക്കെ ആചാര്യസ്വാമികൾക്ക് അറിയാമായിരുന്നു, അദ്ദേഹം എങ്ങനെ ഇതൊക്കെ പഠിച്ചേ എന്ന് ആശ്ചര്യപ്പെടാറുണ്ട്. അത്രയും മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ് ആചാര്യസ്വാമികളുടെ ഉപദേശങ്ങൾ. അത് ലൗകികമായ വിഷയങ്ങളായാലും ഉണ്ട്, അലൗകികമായ ഈ പരമതത്വത്തിനെ കുറിച്ചിട്ടായാലും വളരെ വിസ്തൃതമായ രീതിയിൽ, സൂക്ഷ്മമായ രീതിയിലുള്ള അറിവുകളുടെ ഒരു നിറക്കുടമാണ് അത്. एतादृशान् उपदेशान् न केवलं केरळेषु, समग्रे देशेऽपि न विदेशेष्वपि प्रापयितुम् एकं केन्द्रं कालट्यामेव भवति चेत् अत्यन्तं समीचीनम् इति मत्वा अस्माकिनः अत्र एकां भूमिं पार्श्वे एव इदानीं स्वीकृतवन्तः. शाङ्करज्योतिः इति नाम अपि अस्माभिः दत्तमस्ति. ज्योतिः नाम प्रकाशः. प्रकाशस्य कार्यं वस्तुनः पूर्णस्वरूपं प्रकटयति. यत्किमपि वस्तु भवतु, यस्य कस्यापि वस्तुनः पूर्णस्वरूपं प्रकाशः प्रकटयति.
तदर्थं प्रकाशः ज्योतिः इति वयं दीपः अपि तथैव दीपज्वालनेन खलु तत्र विद्यमानानि वस्तूनि वयं ज्ञातुं प्रभवामः। अतः शाङ्करज्योतिः नाम श्रीशङ्करभगवत्पादानाम् उपदेशाः एव ज्योतिंषि प्रकाशः। सः इतः कालटीतः यथा भगवत्पादैः अत्र जन्म प्राप्य सर्वत्र प्रकाशः नीतः, एवमिदानीं वयं भगवत्पादानाम् अनुयायिनः वयं सर्वे मिलित्वा भगवत्पादानाम् एतान् उपदेशान् सर्वेषां जनानां समीपं नयामः। तस्य एकं केन्द्रम् अत्र भवतु इति धिया शाङ्करज्योति नाम्ना इदमिदानीं कार्यम् आरब्धमस्ति। अतः अहं कार्टीक्षेत्रे विद्यमानान् सर्वान् अत्र एतदर्थम् अहं विशेषतः तेषां विषये अपेक्षां प्रकटीकरोमि। वयं तु कार्टीक्षेत्रे जन्म प्राप्तवन्तः, एवम् अत्र मया अपेक्षा प्रकटीकरणे अन्यदपि एकं कारणमस्ति। अहं कारणमुक्त्वा अनन्तरम् अपेक्षां प्रकटीकरोमि। ഈ ഇത്തരത്തിലുള്ള മഹത്താർന്ന തത്വങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊരു കേന്ദ്രം കാലടിയിൽ തന്നെ വേണം എന്ന ഒരു വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശാങ്കര ജ്യോതി എന്ന പേരിൽ ഒരു കേന്ദ്രം ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ഇത് ശാങ്കര ജ്യോതിയാണ്. ജ്യോതി പ്രകാശമാണ്. പ്രകാശം അതാത് വസ്തുക്കളുടെ പൂർണ്ണ സ്വരൂപത്തിനെ പ്രകടിപ്പിക്കുന്നതാണ്. ഇവിടെ കാലടിയിൽ ഇത്തരം ഒരു കേന്ദ്രം തുടങ്ങി ഈ കാലടിയുടെ മഹത്വം നമ്മൾ ചിന്തിച്ചു. ഈ കേന്ദ്രത്തിൻ്റെ സാമാന്യ ഉദ്ദേശവും ഇത് പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. गते संवत्सरे अत्र शङ्करजयन्ती आचरणसन्दर्भे अहम् आसम्। अत्र कलाकाराणाम् एकः समावेशः आयोजितः कार्यकर्तृभिः। किं 60-70 कलाकाराः आगताः, दूरात् नैव आगताः, एर्णाकुलं, कालटी, त्रिशूर् एवं प्रदेशेभ्यः आगताः। अहं तु दक्षिणामूर्तिस्तोत्रे चतुर्थं स्तोत्रं नानाच्छिद्रघटोदरस्थितमहादिवप्रभाभास्वरम् इति भगवत्पादानां प्रार्थना स्तोत्रं, दक्षिणामूर्तिस्तोत्रं। तस्य श्लोकस्य अर्थं किञ्चित् विवृतवान् मम कथनसन्दर्भे अनुग्रहभाषणे। अनन्तरं सर्वेषां पुरतः अहं पृष्टवान्, भवताम् अभिप्रायं कथयन्तु एतद्विषये इति। एतद्विषये नाम स्तोत्रविषये न, आहत्य अस्माभिः चिन्तिते विषये, कलाकाराणां विषये किं चिन्तनं कृतं तद्विषये अभिप्रायं कथयन्तु इति उक्तवान्। केचन कथयितुम् आरब्धवन्तः। प्रायः वैद्यमहोदय अपि आसीत् इति भाति तस्यां सभायाम्। अनन्तरं काचित् माता किञ्चित् मध्यमवयस्का प्रायः, सा उत्थितवती। उत्थाय अहम् एवं कलोपासनं करोमि, मम नाम एवं नाम मया विस्मृतम् इदानीं। किन्तु सा किमुक्तवती, अहम् इदानीमपि चिन्तयन्नेव अस्मि। सा उक्तवती, अहं कालट्यामेव जन्म प्राप्तवान्, इदानीं मम एतावत् वयः, अथापि इदं स्तोत्रं नाम नानाच्छिद्रघटोदरस्थिरमहादिवप्रभाभासम्, इदं स्तोत्रं भगवत्पादैः विरचितमिति अहं तु न जानामि अद्यपर्यन्तम्। कारणं कालट्याम् इदानीं भगवत्पादानाम् उपदेश ज्ञापनविषये कोऽपि यत्नः न दृश्यते। अतः अहं बाल्यादारभ्य एतावत्पर्यन्तमपि एतादृशं श्रेष्ठं स्तोत्रं भगवत्पादैः रचितमिति अहं न जानामि इति उक्तवती। अहं तु तस्मिन्नेव दिने अत्यन्तं चकितः। कालट्यां या जन्म प्राप्तवती सा वदति, वयं केऽपि न जानीमः दक्षिणामूर्तिस्तोत्रं कालट्यां, कारणमिदमस्ति इति कथयति। तर्हि देशे कीदृशी अवस्था स्यात् इति मम तदा बहु चिन्तनं मम मनसि आगतं। वस्तुगत्या शाङ्करज्योतिस्वीकरणसन्दर्भे अयमपि विषयः मम मनसि आसीत्। कालट्यां ईदृशी परिस्थितिः नाम, तर्हि अन्यत्र वयं कथं वा वक्तुं शक्नुमः। अतः कालटीक्षेत्रे किञ्चित् परिवर्तनम् आरम्भे भवेत्, तेन सह अन्यत्रापि वयं कुर्मः इति मत्वा
इतः परं 3 संवत्सरेषु सर्वदा सकृत् शङ्करजयन्ती उत्सवः महान् उत्सवः भवेत्, समग्रे देशे अत्यन्तं प्रसिद्धः उत्सवः भवेत्। सः उत्सवः एवं भवेत् यथा उत्तरभारते कुम्भमेळम् इति भवन्तः श्रुतवन्तः खलु। कुम्भमेळे कथम् अस्माकम् आस्तिकाः सर्वे मिलन्ति, कोऽपि भेदः नास्ति, कोऽपि भिन्नः विचारः नास्ति, सर्वे गत्वा गङ्गायां निमज्जनं कुर्वन्ति। धन्यतां स्वयं मन्यते सः। तादृशी काचित् व्यवस्था कालट्याग भवेत्। समग्रस्य देशस्य जनाः अत्र आगच्छेयुः शङ्करजयन्ती सन्दर्भे। प्रतिसंवत्सरं कर्तुं वयं न शक्नुमः, अतः 3 संवत्सरेषु एकवारं न्यूनातिन्यूनम् ईशान्यप्रदेशाद्वा भवतु, उत्तरभारताद्वा भवतु, काश्मीराद्वा भवतु, अथवा यत्र कुत्रापि भवतु, सर्वे अत्र एकवारं मिलामः, भगवत्पादानाम् उपदेशविषये चिन्तयामः, स्वस्वक्षेत्रं गत्वा तत्र एनम् उपदेशं सर्वत्र प्रसारयामः। एवं व्यवस्था काचित् भवति चेत् समीचीनमिति विचारः कृतः। सर्वे कार्यकर्तारः अत्यन्तं सन्तोषेण अङ्गीकृतवन्तः आसन्। तत्कारणेन शाङ्करज्योतिः अत्र अस्माभिः स्वीकृतमस्ति ज्योतिः। अहं तु अस्मिन् सन्दर्भे इदानीम् अपेक्षां प्रकटीकर्तुमिच्छामि। कालट्यां सहस्रशः नाम सहस्राधिकगृहाणि अत्र अस्माकं हिन्दूनाम् अस्ति इति मया श्रुतं। 100,000 प्रायः अत्र गृहाणि सन्ति हिन्दूनामिति। विचारभेदः भवतु नाम अस्माकं चिन्ता नास्ति, अस्माकं कापि हानिर्नास्ति। यतोहि स्वबुद्धिः अन्यस्य बुद्धिः एव भवेत् इति केनापि ऊहितुमपि न शक्यते। अतः विचारभेदः भवतु नाम, किन्तु तत्त्वभेदः भवितुं नार्हति। यतोहि तत्त्वम् एकमेव अस्माकं सर्वेषां, चैतन्यं तावदेव। अतः तत्त्वं स्वीकृत्य वयम् एकीभूय सर्वे कालटी क्षेत्रे ये वयं स्मः सर्वे वयम् एकीभूय इतः परं यदि शङ्करभगवत्पादानाम् एतत् तत्त्वम् अथवा एनम् उपदेशं स्वीकृत्य अग्रे गच्छामश्चेत् अतिशीघ्रं अस्माभिः समाजे परिवर्तनं द्रष्टुं शक्यते। तादृशं परिवर्तनम् आनेतुं कालटीक्षेत्रस्य आस्तिकाः अपि यदि अग्रे आगच्छन्ति तदा समीचीनं भवति। तद्दृष्ट्या अत्रत्याः भवन्तः सर्वे सर्वदा तत् क्षेत्रं तद्भवनं एतस्य सर्वस्य उपयोगं समीचीनतया स्वीकुर्वन्तु। शङ्करभगवत्पादानाम् उपदेशविषये परिपूर्णतया ज्ञानं प्राप्तुं, स्तोत्राणि गातुं, एतत् सर्वदृष्ट्या अपि तत्स्थानस्य उपयोगः भवेत्। भवन्तः मुख्यरूपेण तस्य उपयोगं प्रथमं स्वीकुर्वन्तु इति मम अपेक्षां प्रकटीकर्तुं केवलम् अहं भवतां पुरतः उपविष्टवान् अस्मि। किञ्चिदधिकम् अहं वार्तालापं कृतवान्, भाषणं कृतवान्। कारणम् इदं प्रथमतया कालटीक्षेत्रे एतादृशः अवसरः सम्पन्नः इति कारणतः, न अन्यया दृष्ट्या। अतः अहं तु अत्यन्तं सन्तोषम् अनुभवामि। ये अत्र उपविष्टाः भवतां सर्वेषां पुण्यम्, अहो भाग्यमेतद्, अहो पुण्यम्। भगवत्पादानां जन्मभूमौ जन्म प्राप्य इदानीं किञ्चित् भगवत्पादानां विषये वयं विचारं कुर्वन्तः स्मः। न केवलं विचारं कुर्वन्तः स्मः, अग्रे अस्माकं जीवनं तदनुगुणमेव। यथा भगवत्पादैः उपदेशः दत्तः, भेदभावः तद् अज्ञानस्य कारणात् भवति। वयं तु अज्ञानं दूरीकर्तुम् इच्छामः, अतः ज्ञानं प्राप्नुमः। ज्ञानं प्राप्तुं किं किं करणीयं तद् कुर्मः इति धिया वयम् अग्रे गच्छामः इति उक्त्वा भवतां सर्वेषां विषये अस्मदाराध्यदेवः परिपूर्ण अनुग्रहं ददातु इति सम्प्रार्थ्य भवतां सर्वेषां नारायणस्मरणानि कथयन्, तत्रापि अस्माकं भूतपूर्वन्यायाधीशाः माधवन् महोदयः अपि अद्य तत्र आगताः। ते पूर्वम् एकवारं तत्र मम दर्शनार्थम् आगताः आसन् अस्माकं विजयकुमार महोदयस्य परिचयेन। तदा अहं दृष्टवान् आसन्। तेपि अद्य आगताः। अहं तु अत्यन्तं सन्तुष्टः। तेषामपि नारायणस्मरणानि कथयामि। वैद्यमहोदयः इदानीं 3 वारं वा 4 वारं वा आगच्छन् अस्ति। तस्यापि अहं नारायणस्मरणानि कथयन् मम वाक्यानि समापयामि। हर नमः पार्वतीपतये, हर हर महादेव।
സീതാകാന്തസ്മരണം ജയ ജയ രാമ. കഴിഞ്ഞ വർഷം ശങ്കരജയന്തിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു കലാകാരന്മാരുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. 10-40 കലാകാരന്മാരതിൽ വന്നിരുന്നു, കാലടിയിലും എറണാകുളം ജില്ലയുടെ പല ഭാഗത്തു നിന്നുമായിട്ട്. അതിൽ ഇങ്ങനെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ഒരു ശ്ലോകം, നാനാ ഛിദ്രഘടസ്ഥനായിട്ടുള്ള ആ ഒരു ശ്ലോകം അതിനെ ഒന്ന് വിവരിച്ച സമയത്ത് അതിന് ശേഷം ഞാൻ ചോദിച്ചു, ഇന്ന് ചർച്ച ചെയ്തതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന്. ഇപ്പോൾ ഒരു അമ്മ, കുറച്ച് വയസ്സായിട്ടുള്ളൊരമ്മയാണ്, ആ അമ്മ എണീറ്റ് നിന്ന് പറഞ്ഞു, ഈ ശ്ലോകം ആചാര്യസ്വാമികളുടേതാണെന്ന്, ഈ ദക്ഷിണാമൂർത്തി സ്തോത്രം എഴുതിയത് ശങ്കരാചാര്യരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ കാലടിയിൽ തന്നെ ജനിച്ച് വളർന്ന, ഇത്രയും കാലം ഇവിടെ ജീവിച്ച എനിക്ക് അറിയില്ല എന്ന്. എനിക്കത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഇത്രയും മഹത്വമാർന്ന ഒരു ജീവിതം, ഇത്രയും അറിവിൻ്റെ ഒരു കുടമായിട്ടുള്ള ആ ജീവിതം, ലോകത്തിന് മുഴുവൻ ഉപകാരം ചെയ്ത ആ പ്രവൃത്തികൾ, ഇത് ഇവിടെ തന്നെ ജനിച്ചിട്ടുള്ള നമുക്കറിയില്ല. ഇത് വളരെ കഷ്ടമല്ലേ? ഇത് തീർക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയല്ലേ? ഈ ഒരു വിചാരവും ഈ ശാങ്കര ജ്യോതി എന്ന കേന്ദ്രം ഇവിടെ തുടങ്ങുന്നതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ആദ്യം നമുക്കെല്ലാവർക്കും ഇവിടെ നിന്ന് ഈ ശങ്കര കൃതികൾ പഠിക്കാം, അത് കൂടുതൽ മനസ്സിലാക്കാം. കാലടിയിൽ നാം 3 വർഷത്തിലൊരിക്കൽ കുംഭമേളയെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. വിശേഷിച്ച് പ്രയാഗിലും ഒക്കെ നടക്കുന്ന കുംഭമേള. അതുപോലെ 3 വർഷത്തിലൊരിക്കൽ ഒരു കുംഭമേള ഇവിടെ നടത്തണം. ഈ കുംഭമേളയുടെ വിശേഷം എന്താ? എല്ലാവരും അവിടെ വരുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ. ഇവരെല്ലാവരും ഒരു ഭേദവുമില്ലാതെ എല്ലാം മറന്ന് ആ ഗംഗയിൽ ആറാടുകയാണ്. ഇങ്ങനെ ഈ അറിവിൻ്റെ ആ സാഗരത്തിൽ എല്ലാ വ്യത്യാസങ്ങളും മറഞ്ഞ് പോയി ആറാടണം. അതിനാണ് ആചാര്യസ്വാമികൾ ഇത്രയും മഹത്തായ അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യം നിർവഹിച്ചത്. അതിനുള്ള ഒരു കേന്ദ്രമാണ് ഈ കാലടി. ഈ കാലടിയിൽ 3 വർഷത്തിലൊരിക്കൽ അത്തരത്തിലുള്ള ഒരു ജ്ഞാന കുംഭം ഇവിടെ നടക്കണം. അത് നമുക്കെല്ലാവർക്കും ചേർന്ന് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യണം. അതിൽ ഭാരതത്തിൻ്റെ പല പല സ്ഥലങ്ങളിൽ നിന്നും, ഉത്തരഭാരതത്തിൽ നിന്നും പൂർവ്വഭാരതത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തന്മാർ ഇവിടെ വന്നു ചേരണം. അവരെല്ലാവരും ഇവിടെ ഈ ആചാര്യസ്വാമികളുടെ ആ മഹത്തായ ആ സന്ദേശത്തിൽ മതിമറന്ന് മുങ്ങിക്കുളിച്ച് ആനന്ദ നിർവൃതിയോടെ മടങ്ങിപ്പോകണം. അതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരുമിച്ച് ചെയ്യാം. അതിൻ്റെ തുടക്കമായി ഇത്തരത്തിലുള്ള ഈ കേന്ദ്രത്തിനെ നമുക്ക് വേണ്ട പോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത്തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്ന ഒരു നിർദ്ദേശം എൻ്റെ പക്ഷത്തു നിന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും ഈ കേന്ദ്രത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ആചാര്യസ്വാമികളുടെ ഈ മഹത്തായ ഉപദേശങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ക്രമേണ ഇത് സമൂഹത്തിൽ എല്ലായിടത്തും എത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ കാലടിയിൽ ഇങ്ങനെയൊരു സന്ദർഭം ആദ്യമായിട്ടാണ്. അതുകൊണ്ട് കുറച്ച് സമയം നീണ്ടുപോയി ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത്. എങ്കിലും എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധ്യ ദേവതയുടെ എല്ലാ കടാക്ഷങ്ങളും എല്ലാവർക്കും, എല്ലാവരുടെയും കുടുംബത്തിൽ എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിശേഷിച്ച് ജസ്റ്റിസ് മാധവൻ സാറ്, അതുപോലെ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, നേരത്തെ അറിയാം, അവരൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും, ഓരോരോ വ്യക്തികൾക്കും ഈ ശാങ്കര ജ്യോതിയുടെ ഈ പ്രവർത്തനങ്ങളുടെ പേരിലും ഈ സൗന്ദര്യലഹരിയുടെ പേരിലും ഞാൻ നമസ്കാരം അറിയിച്ചുകൊള്ളുന്നു.